അതുകൊണ്ട് അവനും അവന്റെ സ്വപ്നവും ഈ വീട് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവൻ കറക്റ്റ് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ വീട് വാടകയ്ക്കുണ്ടെന്ന് അവിടെ നോട്ടീസ് ഒട്ടിച്ചേക്കുന്നുണ്ട്. അവൻ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് അവൻ ആ സ്ഥലമൊക്കെ കണ്ടിട്ട് എന്റെ പൊന്നോ ആന്റി നിങ്ങൾ എന്നെ പറ്റിക്കോ, ഇവിടെ നിന്ന് നല്ല വീവ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര വെയിലാണല്ലേ എന്നിന് അവന് കുറെ ചോദ്യം ചെയ്യുമ്പം ഇത് കേട്ട് കിംബോമിന്റെ ആന്റിയാണ് നിനക്ക് ഈ ചീപ്പായിട്ടുള്ള പൈസക്ക് 5 സ്റ്റാർ ഹോട്ടലാണോ ഞാൻ പണി തരണ്ടേന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്കുറയും. അതുകൊണ്ട് നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഈ വീടിന്റെ ഓണർ വരുന്നെന്ന് പറഞ്ഞ് കിംബോമിനോട് സംസാരിക്കാൻ പറയുമ്പം ഇവനാണ് അവളെ കൊണ്ട് ഷോക്കാകും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സാഗയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി അവളുടെ കസിനും ഇവളെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്ന് കാണും. അങ്ങനെ ഇവൾക്കാണ് സാഗയുടെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവന്റെ മ്യൂസിക് കേട്ടപ്പോൾ തന്നെ ഇവൾക്ക് അവന് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് അവള് സന്തോഷത്തി അവന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് പാട്ട് പാടിയതിനു ശേഷം ഇവരുടെ പാട്ട് വേൾഡ് റെക്കോർഡ് അടിച്ചുകൊണ്ട് ഇവര് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോകാന്ന് പറഞ്ഞ് അവന്റെ ഒരു പാവക്കുട്ടി എടുക്കും. അങ്ങനെ ഇത് ആർക്കാണ് കിട്ടുന്ന അവരെ ഒരു ദിവസം ഡേറ്റിന് വിളിച്ചോണ്ടോന്ന് പറഞ്ഞ് അവർക്ക് വാക്കുകൊടുത്താണ്. അങ്ങനെ ആ പാവക്കുട്ടി കിട്ടുന്ന കിംബോമിനായിരിക്കും. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പൊ സാഗിയാണ് ഇവളുടെ വീട്ടിലെ താമസം വന്നേക്കുന്ന അറിഞ്ഞ ഉടനെ അപ്പൊ നീയാണ് ഇവിടെ പറ്റിപ്പ് നടത്തുന്നതെന്ന് അറിഞ്ഞ് ഇവിടെ എവിടാ വീവും ചോദിക്കും. അപ്പോഴാണ് അവളും ഞാനൊന്നും കള്ളം പറഞ്ഞിട്ടില്ല, ഇവിടെ നിനക്ക് കാണുവാണ് നല്ല പക്ക വീവ. പിന്നെ ഞാൻ പൂളെന്ന് ഉദ്ദേശിച്ചത് സ്വിമ്മിംഗ് പൂളല്ല, കൊറിയയില് പൂളെന്ന് പറഞ്ഞ ചെടികളാ, ഞാൻ അതും ഉദ്ദേശിച്ച ഇതൊക്കെ പറഞ്ഞ. അതുകൊണ്ട് ഞാനിവിടെ ഫ്രോഡ് കാണിച്ചേ എന്നിട്ട് അവളും തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഓർക്കത്തിന് എഴുന്നേറ്റ് വരുന്ന ഇവളുടെ കസിനും അവന് വീട് വേണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പറഞ്ഞറിഞ്ഞ് അവൾ അവിടേക്കൊന്ന് നോക്കും. അപ്പോഴാണ് സാഗിയെ കണ്ട ഉടനെ അവള് ഷോക്കായിട്ട് അമ്മേ ഞാൻ സ്വപ്നം കാണുവാണോ അല്ലെ സാഗി ഇവിടെ വന്നിക്കുവാണോ എന്നിന് അവളൊരു വലിയ ശബ്ദത്തിൽ പെട്ടെന്ന് ബോധം കെട്ടി വീഴുമ്പോഴാണ് അതിനുശേഷം അവള് കണ്ണുറക്കുന്ന വീടിന്റെ അകത്തിരുന്നായിരിക്കും. അങ്ങനെ കിംബോമും അവന് താമസമൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ആന്റിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം ഇവളുടെ കസിനാണ് അവന് താമസം കൊടുത്ത് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഒരു ഫാനായിട്ട് ഇവളെ സാഗിയെ സപ്പോർട്ട് ചെയ്യുന്ന അറിയും. അതിനുശേഷം ആന്റിയും എന്തായാലും ഇവൻ ഇവിടെ താമസിക്കുവാണ്, എന്നാലും ഒരു ദിവസം ഫേമസ് ആകുമ്പോൾ ഇവന്റെ കുറെ പൈസ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനിവിടെ താമസിക്കുന്ന നല്ലതെന്ന് പറഞ്ഞ് അവരും കുറെ ഐഡിയ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും പറഞ്ഞ പോലെ അവനിവിടെ താമസിക്കുമെന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ വീട് ഫേമസ് ആണെന്ന് പറഞ്ഞ് അവൾ ഇത് വെച്ച് തന്നെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാരും ഭയങ്കര സ്വപ്നത്തിലായി പോകും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും കൂടെ അവൻ താമസിക്കാൻ വേണ്ടി കുറെ റൂൾസ് വയ്ക്കും. രാവിലെ 7 മണിക്ക് ഷാർപ്പിന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വന്നേക്കണം, കുറച്ച് സമയം കഴിയുവാണെങ്കിൽ പോലും ഇവന് ഫുഡില്ല. അതേപോലെ രാത്രി 8 മണിക്ക് വരണമെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം പറയുമ്പം അവനാണ് രാവിലെ 7 മണിക്കോ സോറി ഞാൻ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് റെഡിയാവും, അപ്പൊ നേരത്തെ ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ലേ എന്നിന് അവന് ചോദിക്കുമ്പം ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ഇത്രയും നേരത്തെ നീ എഴുന്നേക്കോന്ന് പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാൻ പറ്റായിരിക്കും. അതിനുശേഷം ഷർട്ടൊന്നും ഇടാതെ ഇവിടെ ചുറ്റി കറങ്ങല്ലെന്ന് ആന്റിയെ വാൺ ചെയ്യുമ്പം അതിന്റെ കൂടെ തന്നെ എന്റെ പിള്ളേരുടെ പുറകെ വന്നു പോലെന്ന് ഒരു അഡ്വൈസും കൂടെ ഇടും. അപ്പോഴാണ് കസിനും എന്തോ അമ്മ പറയുന്നതെന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെടുമ്പം സാഗിയും കൂളായിട്ട് ഞാനും ഇവരുടെ പുറകെ പോകത്തില്ലെന്ന് പറഞ്ഞ് അവൻ കളിയാക്കും. അതിന് ഇപ്പം തന്നെ വാടക തരാന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ഇങ്ങനെ കൊടുക്കുമ്പം ഇത് കണ്ട് അവരാണ് ഞെട്ടിപ്പോയി ഇത്രയും പൈസ കൈവച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവനും എന്റെ മാനേജർ എനിക്ക് വേണ്ടി തന്ന പൈസയാന്ന് പറഞ്ഞിട്ട് അവന്റെ ആകെ ഇത്രയുള്ളെന്ന് അറിയും. അപ്പോഴാണ് അവല്ല സന്തോഷത്തി തീർച്ചയായിട്ടും നിനക്ക് ഇവിടെ തന്നെ താമസിക്കാന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പറഞ്ഞേക്കും. അപ്പോഴാണ് അവനും മിസ്റ്റർ ജോയുടെ ഫോട്ടോയെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഞാൻ കംബാക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വരാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അപ്പോഴാണ് ഇവനോടെ ഒരു ഫോട്ടോ കാണുന്നത്. അത് കണ്ട് അവനും ഇത് കിംബോമിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുമ്പോഴാണ് ഇവനാണ് ഓർമ്മ വരും ഈ ഫോട്ടോയ്ക്കകത്തുള്ള പിയാനോ അല്ല അവൾ ജോലി ചെയ്യുന്ന കടയിൽ വെച്ച് കണ്ടേന്ന്. അതിനുശേഷം പുറത്തേക്ക് വെച്ച് അവന് കിംബോമിന് കണ്ടുമുട്ടുമ്പോഴാണ് അവൻ ഈ സമയത്ത് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ ചുമ്മാ പേടിപ്പിക്കും. അതോടെ അവള് വീടാൻ പോകുമ്പം ഇവനാണ് അവളെ പിടിച്ചിർത്തിയിട്ട് ഇവളിപ്പോ പൊക്കി നിർത്തണേ എങ്കിൽ പിന്നെ ഈ മെല്ലടി സത്യത്തിൽ ഇവളാണ് എഴുതിയെന്ന് ചോദിക്കും. അങ്ങനെ അതിന്റെ കഥയൊക്കെ പറഞ്ഞ് ഇവനും ചോദിക്കുമ്പം അവളാണ് പേടിച്ചിട്ട് അത് ഇവളുടെ അമ്മ വാങ്ങിച്ചെന്ന പിയാനോ കൊണ്ട് ഇവൾ ആദ്യമായിട്ട് വായിച്ച മ്യൂസിക്കാന്ന് പറയും. അങ്ങനെ ഇപ്പോഴെങ്കിലും ഇതിനെ പൊക്കി തരാന്ന് പറഞ്ഞ് അവളും ചോദിക്കുമ്പം ഇവനും പെട്ടെന്ന് അവളെ അങ്ങ് അടുപ്പിക്കും. അതിനുശേഷം അവളാണ് എങ്കിൽ പിന്നെ എന്റെ മ്യൂസിക് എങ്ങനെ നിന്റെ സ്വപ്നത്തിൽ വന്നേന്ന് പറഞ്ഞ് ഇവൻ ചുമ്മാ തള്ളവല്ലേന്ന് ചോദിക്കുമ്പം അവനും കള്ളം പറയുന്ന എന്റെ ശീലം ഒന്നല്ലെന്ന് പറഞ്ഞ് ഇവളുടെ മെല്ലടി അവൻ എവിടെയെങ്കിലും കേട്ടതുകൊണ്ടായിരിക്കും അവന്റെ സ്വപ്നത്തിൽ വന്നേന്ന് അവനും പറയും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി ഓർക്കത്തി ഇവന് വീണ്ടും ഒരു കൊച്ചുകൊച്ചിന്റെ സ്വപ്നം വരുമ്പോഴാണ് അവൻ ഇപ്പോഴായിരിക്കും പിടിയിടുന്ന അവ സ്വപ്നത്തിൽ എപ്പോഴും കാണുന്ന പെങ്കൊച്ച് കിംബോമാണെന്ന്. അതിനുശേഷം അടുത്ത ദിവസം കിംബോമും സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടുത്തെ ഓണറാണ് സാഗയുടെ പടമുള്ള എല്ലാ ബോട്ടിൽസും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. കാരണം അവനെ ടീമിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് അവന്റെ ബോസ് ജോയും ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങിച്ച് സെയിൽസ് നിർത്താൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി അവളാണ് അവനെ ടീമിൽ നിന്ന് പുറത്താക്കിയതും പോരാ അവന്റെ ഇമേജ് ഇല്ലാതാക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾക്ക് നല്ല ദേഷ്യമായിരിക്കും. കാരണം ഇതൊക്കെ കണ്ടിട്ട് അവൻ ചുമ്മാ നോക്കി നിൽക്കുക. അപ്പോഴാണ് അവിടേക്ക് വന്ന സാഗയാണ് നീ കൊച്ചിലെ ഒരു റാബിറ്റിന്റെ സ്റ്റിക്കറുള്ള വൈറ്റ് പിയാനോയിൽ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവന്റെ സ്വപ്നത്തിൽ
എന്ന കാര്യം പറയുമ്പം ഇവളാണ് ഷോക്കായിട്ട് ഇതാരും ആന്റിയാണോ ഇവനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവനും അപ്പൊ സത്യമായിട്ട് നിനക്ക് ആ പിയാനോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അപ്പൊ സ്വപ്നത്തിൽ കണ്ടത് ഇവളെന്ന് ഉറപ്പാക്കും. അതിനുശേഷം അവിടെ തോണറാണ് മര്യാദക്ക് ഈ ബോട്ടിലൊക്കെ ഇപ്പൊ തന്നെ പാക്ക് ചെയ്യുന്ന അവളെ പറഞ്ഞിട്ട് സാഗിയെ നോക്കുമ്പോഴാണ് ഇവനല്ലേ ഈ ബോട്ടിലിനകത്തുള്ളതെന്ന് അയാൾക്ക് മനസ്സിലാവും. അങ്ങനെ അതിനുശേഷം ഇവളാണ് അങ്ങേരെ പറഞ്ഞയച്ചിട്ട് ഇവനെതിരെ അവന്റെ കമ്പനി ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോ ഇവൻ എന്തിനാ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ നീയായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ നിനക്കുള്ള നീതി കിട്ടത്തുള്ളെന്ന് അവളും കുറെയൊക്കെ അഡ്വൈസ് ചെയ്തിട്ട് പോകുമ്പോൾ ഇത് കേട്ട് ഇവനാണ് സന്തോഷത്തി എന്നോർത്ത് വിഷമിക്കാൻ ആൾക്കാരെ കൊണ്ടുവന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് കോളേജിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇത് കാണുന്ന ടേയങ്ങാണ് ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവന് ദേഷ്യമാവും. അതിനുശേഷം കോളേജിലേക്ക് വന്ന സാഗിയെയും അവന്റെ ബാൻഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവന്റെ ടീമിൽ ആരൊക്കെ ചേരാൻ ആഗ്രഹമുണ്ടോ അവരൊക്കെ ഓഡിഷനാവെന്നറിഞ്ഞ് എല്ലാരും വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ചിലവന്മാരാണ് ഇവൻ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് വരായിരിക്കും വിചാരിച്ച ഇവന് നാണക്കേടൊന്നുമില്ലെന്ന് പറഞ്ഞ് എല്ലാരും ഇവനെ കളിയായിക്കൊണ്ടുപോകും. പക്ഷെ അതൊന്നും അവൻ മൈൻഡ് ചെയ്യാതെ ടീം മെമ്പേഴ്സിനെ വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അടുത്ത് അടി വാങ്ങിച്ച കൂട്ട് ആക്ട് ചെയ്തവന്മാരും ഇപ്പൊ സാഗിയെ കണ്ട് പേടിച്ചിട്ട് അവന്മാരവിടെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവൻ ഇവന്മാരുടെ പുറകെ വന്നിട്ട് നിങ്ങൾക്ക് കൊല്ലം പറ്റിയായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കും ചോദിക്കും. അപ്പോഴാണ് അവന്മാരും ഇവന്റെ അടുത്ത് രക്ഷ ഒട്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടത്തിൽ അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് സാഗി ഇവന്മാരെ കണ്ട് കൊള്ളാം ആക്ടിങ് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് തീർക്കണ്ടേ എങ്കിൽ പിന്നെ നിങ്ങളോടുവാണ് ഞാനും കൂടെ ഒരാളാ എന്നിട്ട് അവൻ അവന്മാരെ ഫോളോ ചെയ്തു പോകും. എന്നിട്ട് അവൻ അവന്മാരെ പിടിച്ച് തള്ളിയിട്ടിട്ട് സത്യത്തിൽ എന്തിനാ ഇവന്മാരെ അടിച്ചു കൂട്ട് ന്യൂസ് മൊത്തം സ്പ്രെഡ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന്മാരും അതൊന്നും ഞങ്ങൾ നിന്നോട് പറയത്തില്ലെന്ന് പറഞ്ഞ് അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകും. എന്നിട്ട് അവന്മാരും ഈ കാര്യം ചെയ്യാൻ പറഞ്ഞ് ഒരാളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ മിസ്റ്റർ ജോയുടെ ഒരാളാണ്. അയാൾ പറഞ്ഞിട്ടാ ഇവന്മാരെ പറഞ്ഞയച്ച് സാഗിയുടെ പേര് ചീത്തയാക്കുന്നത്. അതിനേശം ജോയും സാഗി അവളുടെ വീട്ടിലാ താമസിക്കുന്ന അറിഞ്ഞ ഉടനെ ഇവർ തമ്മിൽ ഒരിക്കലും ഒന്നേരില്ലെന്ന് പറഞ്ഞ് അയാൾ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ അവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് അവന് വിദേശത്ത് എവിടെയൊക്കെ പറഞ്ഞയക്കുന്നു. ആ ജോയ് ഓർഡർ ചെയ്യുമ്പം അടുത്ത സെക്കൻഡിന് ഇവനും ആ കോളേജിൽ പഠിക്കുന്ന രണ്ടന്മാര് വിളിച്ചു വരുത്തി ഈ കാര്യം തീർക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് കോളേജിൽ അവനെതിരായിട്ട് കുറെ ആൾക്കാർ വന്ന് പ്രൊട്ടസ്റ്റ് നടത്തുമ്പോഴാണ് ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാരും കൂടെ ഇവനുള്ളതുകൊണ്ട് നമുക്കും ചീത്തപ്പേരാന്ന് പറഞ്ഞ് അവനെ ക്ലാസ്സിൽ നിന്ന് പോകാൻ വേണ്ടി പറയും. അങ്ങനെ ആ സമയത്തും കിംബോമിന്റെ കസിനായിരിക്കും അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രൊഫസറിനെ കണ്ട് ഇവന്മാരെല്ലാരും കൂടെ സാഗി ഈ ക്ലാസ് ഉണ്ട് ഞങ്ങളൊക്കെ പഠിക്കാൻ വരത്തില്ലെന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രൊഫസറും ഇവനെ പ്രിൻസിപ്പൾ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വരാൻ പറയും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന കിംബോമാണ് ഇവിടെ നടക്കുന്നേ കണ്ട് അവള് ഷോക്കായി നിൽക്കും. അതിനുശേഷം പ്രിൻസിപ്പളും ബാക്കി മെമ്പേഴ്സ് എല്ലാരും കൂടെ ചേർന്ന് ഇവൻ കാരണം ഈ കോളേജിന് ചീത്തപ്പേര് വരുമെന്ന് പറഞ്ഞ് വേണം ഇവൻ ഈ സമയത്ത് മിലിറ്ററി ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ ഇത് കേട്ട് അവനാണ് കോളേജിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും എനിക്കും ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഭക്ഷണം കാരണം ഓടി ഒളിയാൻ അവനിന്ന് പേടിത്തൊണ്ടനല്ലെന്ന് പറയും. അതുകൊണ്ട് അവനിപ്പോ ബാൻഡ് ആൾക്കാർ ചേർക്കൊണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ പ്രിൻസിപ്പളാണ് ബാൻഡ് തുടങ്ങാൻ ഞാൻ സമ്മതിച്ചത് നീ എന്തോ എന്നറിഞ്ഞ് അവനെ പേടിപ്പിക്കും. ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്തെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പ്രിൻസിപ്പൾ എങ്കിൽ പിന്നെ ഇവന്റെ അടുത്ത് ഡീൽ ചെയ്യാന്ന് പറയും. ഇവന്റെ ബാൻഡ് ഒരു 300 പേര് ചേരുവാണ് പിന്നെ ഈ കോളേജിൽ നിന്ന് ഇവനെ പുറത്താക്കത്തില്ലെന്ന് പറയുമ്പോൾ അവനൊരു കോളേജ് ക്ലബ്ബിൽ 300 പേര് എങ്ങനെ ചേരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് പ്രിൻസിപ്പളും 300 പേര് ഇവനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അതേപോലെ ഒരു 300 പേര് ഇവനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവൻ ഇവിടെ സ്ഥാനമുള്ളെന്ന് അറിയും. അതല്ലെങ്കിൽ ഇവനെ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോൾ കറക്റ്റ് മിസ്റ്റർ ജോയ് ആണ് ഈ പ്രിൻസിപ്പളിനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവനും നിങ്ങളിത് ചെയ്യിപ്പിക്കുന്ന ആരാണെങ്കിലും ആ വ്യക്തി കാരണം ഞാനിപ്പോൾ ഈ ബാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ വൈകിട്ട് 6 മണി വരെ ഇവന് സമയമുള്ളു. അതിനു മുമ്പേ 300 പേര് ഒപ്പിക്കണം. ഇതേ സമയം സാഗിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവളാണ് മറ്റേ മിസ്റ്റർ ജോയുടെ മകളെ കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് അയാൾ ഇവളെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവളും കോളേജ് വെച്ച് മറ്റേ പയ്യന്മാര് മനഃപൂർവ്വം സാഗി അടിക്കുന്ന പോലെ ആക്ട് ചെയ്ത കണ്ടെന്നറിയും. അങ്ങനെ അവളത് വീഡിയോ എടുത്ത് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആരാണ്ടത് വീണ്ടും ഡിലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ പണി ചെയ്യുന്നല്ലേ ഈ ജോയ് ആണ്. അതുകൊണ്ട് അയാളും കൂളായിട്ട് എന്തായാലും സാഗിയുടെ പ്രശ്നം അവന്റെ പ്രശ്നം എനിക്ക് പ്രധാനം ഈ ക്രൗണേ ഉള്ളെന്ന് പറഞ്ഞ് ഈ ബാൻഡിന് മാത്രമേ വില കൊടുക്കത്തുള്ളൂ പറയും. അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി അവനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ടെന്ന് വിചാരിച്ച ഇവിടേക്ക് വന്ന് പക്ഷെ നിങ്ങൾക്ക് അവൻ എപ്പോഴേ കളഞ്ഞെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടേക്ക് വന്നാണത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങേരിപ്പോ പറഞ്ഞേക്കെ സാഗി അറിയാണ് അവനെ നല്ല വിഷമാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ടെയ്യങ്ങാണ് ഡോക്ടറിനാ പഠിക്കുന്നത്. പക്ഷെ ഇവനെ തൊട്ടും തന്നെ ഇഷ്ടമല്ല. ഇവന്റെ അച്ഛൻ ഇവനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന. അതുകൊണ്ട് അവനും സർജറി ചെയ്യാൻ പേടിച്ചിരിക്കുമ്പോൾ അവിടേക്ക് വന്ന അവന്റെ അച്ഛനും ഇനിയും പേടിച്ചോണ്ടിരുന്ന എങ്ങനെയുള്ള ഡോക്ടറാണെന്ന് അറിഞ്ഞ് അവനെ കുറെ അഡ്വൈസ് ചെയ്യും. ഇപ്പൊ തന്നെ ഇവന്റെ ആ മ്യൂസിക് ബാൻഡെ കളഞ്ഞിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ. അങ്ങനെ അത് കേട്ട് അവനും ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ അച്ഛന്ന് പറഞ്ഞ് അവന് സോറി പറയുമ്പോൾ ഇവന്റെ അച്ഛനാണ് എന്റെ ഫേമസ് ആയിട്ടുള്ള വില കളയിലെന്ന് പറഞ്ഞ് അവനെ സമ്മാനപ്പെടുത്തിട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം 300 പേര് എങ്ങനെ ഒപ്പിക്കുമെന്ന് പറഞ്ഞ് സാഗിയെ വന്ന് നോക്കുമ്പോഴാണ് ഇവൻ ബാൻഡ് തുടങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ആ സെറ്റപ്പ് എല്ലാം പൊളിച്ചടിക്ക് വെച്ചേക്കും. അതിനുശേഷം ഇവന്റെ അടുത്ത് അടി വാങ്ങിച്ചായിട്ട് കണക്കൂട്ടുന്ന അവന്മാരും കുറെ ഗാങ്സ് ആയിട്ട് വന്നിട്ട് നീ ബാൻഡ് തുടങ്ങാൻ ഞങ്ങളൊക്കെ സമ്മതിക്കുമെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് ഇവൻ അവന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് എടാ ഞാൻ നിങ്ങളൊക്കെ എന്തുവാടാ ചെയ്ത എനിക്ക് എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുക. സത്യത്തി ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം എന്നോട് സോറി വയ്ക്കണ്ട. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല.
കാര്യമൊന്നുമില്ല. പിന്നെ ആ ക്രൗൺ ബാൻഡിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരാനുള്ള കാരണം ഞാൻ ആരെയും ദ്രോഹിച്ചോണ്ടൊന്നല്ല, ഞാൻ കാരണം എന്റെ ടീം മെമ്പേഴ്സിന് പ്രശ്നവരായിരിക്കാൻ വേണ്ടിയാ. ഏതിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവന്മാരൊക്കെയാണ്, എടാ ഇതൊക്കെ ആർക്ക് വേണം, ഈ കോളേജ് ആകെ ഒരേ ഒരു ബാൻഡേ ഉള്ളു, അത് ടേയങ്ങിന്റെ ബാൻഡ്, അതുകൊണ്ട് നിന്റെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഏതിന് ഇവന്മാരും പറയുമ്പം ഇത് കേട്ട അവനും എന്തായാലും 300 വരെ ഒപ്പിക്കുവാണ് എനിക്ക് ഈ ബാൻഡ് തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനവിടെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് കിംബോമാണ് ഒരു പാവക്കുട്ടി ഡ്രസ്സ് ഇട്ടോണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് ഇവന്റെ പാട്ട് പാടും. അതിനേശം അവളും കൂടെ ചേർന്ന് മ്യൂസിക് അടിയിടാന്ന് പറഞ്ഞ് ഇവളെല്ലാരും കൂടെ വിളിച്ചെടുത്തുമ്പോഴാണ് അവളുടെ കസിന് ഫാൻസ് എല്ലാം കൂടെ ഒന്നുകൂടും. അതിനേശം പാട്ട് പാടിയിട്ട് അവളും അവളുടെ ഫേസ് ഇവനെ കാണിക്കുമ്പം അവന് മൊത്തത്തിൽ വീണുമായിട്ട് സത്യം ഇത് നീയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവന് വിശ്വസിക്കാനൊക്കത്തില്ല. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നിന്റെ പാട്ട് ഫുള്ളായിട്ട് പാടിയതുകൊണ്ട് എന്നെ ടീമിൽ ചേർക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവന്റെ ബാൻഡ് ജോയിൻ ആകാൻ നോക്കുമ്പോൾ അവൻ എന്റെ ടീമിൽ ഫസ്റ്റ് മെമ്പർ നീയാന്ന് പറഞ്ഞ് അവൻ ഭയങ്കര ഹാപ്പി ആകും. അതിനേശം അവൾ എല്ലാവരോടും പെർഫോമൻസ് ഫ്രീ ആയിട്ട് ആരും കാണണ്ട, നിങ്ങൾ പൈസയ്ക്ക് പകരം ഈ ബാൻഡ് വന്ന് ജോയിൻ ആയിക്കോന്ന് പറഞ്ഞ് എല്ലാരും വിളിക്കുമ്പോഴാണ് ആദ്യം തന്നെ അവളുടെ കസിനും ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും പറഞ്ഞ് അവൾ ജോയിൻ ആകും. എന്നിട്ട് അവള് നോട്ടീസ് എടുത്ത് ജോയിൻ ആകുന്നവരൊക്കെ വന്നോന്ന് പറഞ്ഞറിയുമ്പോൾ അവന്റെ ഫാൻസ് എല്ലാരും കൂടെ ഇപ്പൊ തന്നെ അവന്റെ ബാൻഡ് ജോയിൻ ആകും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ടെയ്യങ്ങാണ് കിംബോ മോഹനായിട്ട് സന്തോഷിച്ച് സംസാരിക്കുന്നുണ്ട്, ഇവൻ അസൂയാകും. അങ്ങനെ മൊത്തത്തിൽ 229 പേര് ഇവന്റെ ബാൻഡിൽ ചേരുമ്പോഴാണ് ഇനി ബാക്കി 71 പേരും കൂടെ ടീമിൽ ചേർന്നാല് ഇവന് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ 71 പേരെ ചേർക്കണം എന്നറിഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് ഫോം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സാഗിയാനെ വിശ്വസിക്കാൻ പറ്റാതെ ഇവൾ ഇതിനെ പെട്ടെന്ന് ഇവനൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ കൂടെ പാരില്ലെന്ന് മനസ്സിലാക്കി അവൾ വീണ്ടും ഇവനൊരു സ്റ്റാർ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുമെന്ന് പറയും. ഇതേ സമയം ടേയിങ്ങിന്റെ ബാൻഡിലാണ് സാഗി എതിർക്കുന്നമാരൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവന്മാരും ഈ സാഗിയുടെ ഫാൻസ് എല്ലാം അവന്റെ ടീം പോയി ചേരുമെന്ന് പറഞ്ഞ് ഇതെങ്ങനെയൊക്കെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ടെയ്യങ്ങാണ് ഇതിനു മുമ്പ് നമ്മളല്ലാതെ കുറെ ബാൻഡൊക്കെ ഇല്ലായിരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവന്മാരും പക്ഷെ ടെയ്യാങ് നിനക്ക് ദേഷ്യം വരുന്നില്ല, കിംബോമും അവളുടെ കസിൻ എല്ലാരും കൂടെ അവന്റെ ടീമിൽ ചേർന്ന്, പിന്നെ നമ്മുടെ ടീമിലെ ജിന്ന് അവിടെ പോയി ചേർന്ന്. എന്നിന് അവന്മാരൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട അവനും ഞാൻ ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ നിങ്ങളെല്ലാം റെഡി ആയിക്കോന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനും ക്ലാസ്സിൽ വെച്ച് ഇതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അച്ഛനാണ് വൈകിട്ട് 6 മണിക്ക് സർജറി കാണാൻ വേണ്ടി വന്നറിഞ്ഞ് ഇവനെ വിളിച്ചേക്കും. അതേസമയം സാഗിയെ കൊടുത്ത സമയം തീരാൻ പോവുക. അങ്ങനെ ലാസ്റ്റ് 1 മിനിറ്റ് പ്രിൻസിപ്പളൊക്കെ ഇവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവൻ മൊത്തത്തിൽ 299 പേരെ ഒപ്പിക്കും. അങ്ങനെ ഒരാളും കൂടെ ചേരുവാണ് ഇവൻ ഈ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി ഇവരെല്ലാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ടേയങ്ങിന്റെ ടീം മെമ്പേഴ്സ് എല്ലാരും കൂടെ ഇവരെതിർക്കാൻ വേണ്ടി വീണ്ടും അവിടേക്ക് നിൽക്കും. അങ്ങനെ അവന്മാരും ഇവന്മാരുടെ ടീമിൽ ആരും ചേരലെന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അതേസമയം ടെയ്യാങ് അവിടേക്ക് വരും. അപ്പോഴാണ് കറക്റ്റ് പ്രിൻസിപ്പൽ തന്ന സമയം കഴിഞ്ഞ ഉടനെ ടെയ്യങ്ങും 6 മണിയായി അപ്പൊ നീ തോറ്റോന്ന് പറഞ്ഞ് അവന് ചോദിക്കും. ഇത് കേട്ട് സാഗിയും ദേഷ്യത്തി അതിനെ കുറിച്ച് നീ അറിയണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഇറങ്ങിപ്പോവാൻ പറയുമ്പോൾ ടെയ്യങ്ങാണ് നിനക്കൊരു ഗിത്താർ വായിക്കുന്ന ആളെ വേണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഫോമിൽ ചെന്ന് സൈൻ ഇടും. അങ്ങനെ ഹീറോസ് ഒക്കെ അവസാനം വന്ന് മാസ് എൻട്രി കാണിക്കത്തുള്ളെന്ന് അവൻ ഇവരുടെ കൂടെ ജോയിൻ ആകുമ്പോൾ കിംബോമാണ് ഷോക്കായിട്ട് നീ ഞങ്ങളുടെ ടീമിൽ ചേരാൻ പോകുമെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവന്റെ ടീം മെമ്പേഴ്സ് ആണ് നീ എന്തുവാണ് ഞങ്ങളെ മണ്ടന്മാരാക്കിയെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ വഴക്ക് പറയും. അപ്പോഴാണ് ടെയ്യങ് അവന്മാരോട് ദേഷ്യപ്പെട്ടിട്ട് ആരാടെ മണ്ടന്മാര്, നിങ്ങളൊക്കെ എന്തോ ചെയ്തെന്ന് ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ, സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടി വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി അവൻ നിങ്ങൾ അടിച്ച പോലെ ന്യൂസ് മൊത്തം സ്പ്രെഡായ കാര്യം നിങ്ങൾ സംസാരിക്കാൻ ഞാൻ കേട്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്റെ മനസ്സ് മാറ്റിയത്. എന്നിട്ട് ഇവൻ അവന്മാരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവന്മാരാണ് തെറ്റ് മനസ്സിലാക്കി പേടിച്ചിരിക്കും. അതിനേശം സാഗിയാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ നമ്മുടെ ബാൻഡ് ഇപ്പൊ 2 സാഗി ഉണ്ടെന്ന് പറഞ്ഞ് അവന് ബാൻഡിന്റെ പേര് 2 സാഗി എന്ന് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Remember